താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ കുറ്റാരോപിതരെ പഠിക്കാൻ അനുവദിച്ചാൽ തങ്ങളുടെ മക്കളെ സ്കൂളിലേക്ക് അയക്കില്ല എന്ന് രക്ഷിതാക്കൾ. മക്കളുടെ സുരക്ഷയോർത്ത് ഞങ്ങൾക്ക് ഭയമുണ്ട്. കുട്ടികളും സ്കൂളിൽ പോകാൻ ഭയപ്പെടുന്നു. കുറ്റാരോപിതർക്ക് പ്രവേശനം നൽകിയ നടപടി പുനഃപരിശോധിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. ഈങ്ങാപ്പുഴ MGM HSSൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളാണ് ആശങ്ക പങ്കുവച്ചത്. താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ 2 വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചത് ഈങ്ങാപ്പുഴയിലെ MGM ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവിടെ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇവിടെ തന്നെ പഠിക്കുന്ന കുറച്ച് കുട്ടികളുടെ രക്ഷിതാക്കൾ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഷഹബാസ് വധക്കേസിലെ 2 കുട്ടികൾ ഇവിടെ അഡ്മിഷൻ നേടി. അവരിവിടെ എന്തായാലും അംഗീകരിക്കാൻ പറ്റൂല. ഞങ്ങളൊക്കെ ചെറുപ്പം മുതലേ പഠിച്ച സ്കൂൾ ഇതുവരെ ഇങ്ങനത്തെ പ്രശ്നവും ഇങ്ങനത്തെ ഒരാൾ ഇവിടെ ഉണ്ടായിട്ടില്ല. ഞങ്ങളെ മക്കൾ പഠിച്ച് അവരോടുള്ള പ്രതികാരം അവരെ മനസ്സിലും വലുതാകുക ചെയ്യുക. അപ്പം അവരെന്തെങ്കിലും കാരണം ഞങ്ങൾക്കാണ് നഷ്ടം വരിക, അവർക്ക് നഷ്ടമൊന്നുമില്ല. അപ്പം ഇങ്ങനെയാണ് ഞങ്ങൾ സ്കൂളിൽ വിടൂല മക്കളെ. എത്രാം ക്ലാസ്സിലാണ് നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നത്? എൻ്റെ മോൻ ഇപ്പം ഒരാൾ 4ലാണ്, ഒരാൾ 10ലുണ്ട്. പക്ഷെ അവരൊന്നും ഞാൻ വിടാൻ തീരുമാനിച്ചില്ല. എങ്ങനെയാണെങ്കിൽ വിടൂല. നമുക്കിപ്പോൾ ഈ സ്കൂൾ മാനേജ്മെന്റിനോ അധ്യാപകർക്കൊന്നും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടോ? എന്റെ സ്വന്തമായിട്ട് തീരുമാനിച്ച എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും തീരുമാനിച്ച പോലെ ഞങ്ങളുണ്ടാവും. എന്താ പറയാനുള്ളത്? അയ്യോ, ഞാൻ സ്റ്റേ വാങ്ങാലോ. ഇവിടെ സ്കൂൾ തുറക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് മാനേജ്മെന്റിന് സ്റ്റേ വാങ്ങിക്കൂടെ? അത് ചെയ്യാമല്ലോ. ഇപ്പൊ പഠിപ്പിച്ച് പോവാനാണ് ഇവരുടെ തീരുമാനമെങ്കിൽ രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾ ഒരു കുട്ടികളെ വിടില്ല എന്നാണ് ഇവരെ മാതാപിതാക്കൾ പറയുന്നത്. ഒരിക്കലും വിടേണ്ട കാര്യമില്ലല്ലോ. ഒരു മറ്റുള്ള കുട്ടികളുടെ ഒരാളെ കൊന്ന വിദ്യാർത്ഥികൾക്ക് സംരക്ഷണം കൊടുക്കുന്നതല്ല നിയമം. അവരെ ശിക്ഷയിലേക്ക് കൊണ്ടാകാതെ അവർക്ക് ശിക്ഷ ഇളവാക്കി കൊടുത്തു. അതല്ലല്ലോ ശരി വേണ്ടത്. എല്ലാ മക്കൾക്കും അതായത് ഷിഹാസിന് പഠിക്കാൻ താല്പര്യമുള്ള മോനല്ലായിരുന്നോ? ഏറ്റവും നന്നായി പഠിക്കുന്ന മോനല്ല. അവന്റെ ഫാദർ പെയിന്റിങ്ങുകാരനാണ്. പൈസ ഇറക്കാൻ പൈസ എടുത്ത് കളിക്കാൻ നിവർത്തിയില്ലാത്തൊരു ഫാമിലി. അതുകൊണ്ടാണല്ലോ ആ കൊച്ചിനെ ചവിട്ടി അരയ്ക്കാൻ നിയമം കൂട്ടു നിൽക്കുന്നത്. അത് ശരിയല്ല എന്നാ പറയണത്. എല്ലാ മക്കളും ഒരേപോലെയാണ്. എൻ്റെ മോളിവിടെ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഓക്ക് ഇന്നലെ വന്നപ്പോഴേ പേടി, അമ്മ ഷഹബാസിനെ കൊന്നവരെ സ്കൂളിൽ കൊണ്ടുവന്നിക്ക് ഇന്നലെ പിന്നെ ഒരു അഡ്മിഷൻ കൊടുത്ത് +1 പറഞ്ഞിട്ട്. അപ്പോൾ ഇത് സമരം എന്താണോ തീരുമാനം, മുന്നോട്ട് അവരെവിടെ പഠിപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ എൻ്റെ മോളെ സ്കൂളിൽ വിടാൻ എനിക്ക് തീരുമാനമല്ല. ഇനി ഇത് സഹകരിച്ച് മാനേജ്മെന്റ് മുന്നോട്ട് പോവുകയാണെങ്കിൽ തുടർന്ന് മോളെ സ്കൂളിൽ വിടാൻ തീരുമാനിച്ച ഒരു സമരമായിട്ടാണ് ഷഹബാസിന്റെ ഈ വധക്കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ പഠിക്കുന്ന മറ്റു കുട്ടികൾക്ക് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ചെറിയ കുട്ടികൾ മുതൽ 17 വയസ്സുള്ള കുട്ടികൾ വരെ ഇവിടെ ഉണ്ട്. പക്ഷെ അവർക്ക് ഇത്തരത്തിലൊരു മാനസിക പ്രയാസമുണ്ട് പഠിക്കാൻ എന്നാണ് പറയുന്നത്. രക്ഷിതാക്കൾക്കും അത്തരത്തിലുള്ള ആശങ്കകളുണ്ട്. അതിനാൽ തന്നെ ആശങ്കകൾ പരിഹരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാവേണ്ടതുണ്ട്. ഇവിടെ അഡ്മിഷൻ ലഭിച്ച ആ നടപടി പുനഃപരിശോധിക്കാൻ വകുപ്പിന്റെ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാവണമെന്നാണ് രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം 2 ദിവസങ്ങളിലായിട്ട് താമരശ്ശേരി MGM HSSൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.